ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിൻ്റെ നോവൽ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്തായാലും ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അലീന എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് ഇന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ബബിത മാത്രം അവിടെ നിൽക്കുന്നില്ല. കാരണം ബബിതക്ക് അലീന പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടു നിൽക്കാൻ ബബിതക്കാവില്ല. അതുകൊണ്ട് ബബിത പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ബാക്കി രോഹിത്തിനോടും കൃഷ്ണമോളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീനേട്ട. പോകുന്ന വഴിക്ക് അലീന അച്ഛനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാലചന്ദ്രന്റെ മകളാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാവോ, എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാവോ, ഞാൻ മനസ്സിൽ എന്തുമാത്രം സന്തോഷിച്ച വേറൊരു ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പൊട്ടി നിൽക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് ഇത്രമാത്രം സ്നേഹവും കരുതലും ഇഷ്ടവും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തിനാ മോളെ ഇങ്ങനെ പോകുന്നത്? നിന്നെ ആര് നിർബന്ധിച്ചിട്ടാണ് നീ ഇപ്പൊ പോകുന്നത്? നീ പോകണ്ട, ഒരു ആവശ്യമില്ല മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും പോണച്ചാ പോയേ പറ്റൂ. നീ പോയാൽ ആരാ ജയിക്കുന്നത്? വൈജയന്തിയോ? അതൊരു താൽക്കാലിക ജയം മാത്രമാണ്. അച്ഛന് നന്നായിട്ട് അറിയാം ഞാൻ പോകുന്നത് കൊണ്ട് എവിടേക്ക് ആരൊക്കെ ജയിക്കുമോ എന്നുള്ളത്. അച്ഛൻ എന്നെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബാലചന്ദ്രനും ആകെ വിഷമിക്കുന്നുണ്ട്. കമലക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കമല നമ്മുടെ പറയുന്നുണ്ട്, അതെ അവള് പോയി, അവള് ആ അലീന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പായസം വെക്കണം, സദ്യ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ വൈജയന്തിന്റെ അടുത്തേക്ക് പോകണം. എടി വൈജയ് എന്താണ് കമലെടുത്തി, നീ അറിഞ്ഞോ സന്തോഷ വാർത്ത? എന്താ കാര്യം? എടി അവള് പോയെന്ന്, നിന്റെ ആജന്മ ശത്രു അലീന പോയെന്നോ? അവള് പോയോ? അല്ല പോകും വല്ലപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, പക്ഷെ പോകുന്നതൊന്നും കാണാറില്ല. അതോ പോയാലും അതുപോലെ തന്നെ തിരിച്ചു വരാറുണ്ട്. എടി ഇത് അങ്ങനെയല്ല. ഓ, ബാലചന്ദ്രൻ അവളെ കെട്ടിച്ചു വിട്ട പോലെ ഇറക്കി കൊണ്ടുപോയെന്നാ പറഞ്ഞത്. അതെന്താ? ഓ, നല്ല അടിപൊളി വില കൂടിയ സാരിയും കയ്യിലൊക്കെ സ്വർണ്ണ വളയും, കഴുത്തിലാണെന്നുണ്ടെങ്കിലേ 3-4 പവന്റെ വലിയ നെക്ലസും ജിമിക്കും കമ്മലും എല്ലാം കൂടി ഒരു മണവാട്ടിപ്പെണ്ണിനെ ഇറക്കിക്കൊണ്ടു പോണ പോലെയാ പോയെന്നാ പറഞ്ഞത്. ഓ, അപ്പൊ പോണ വഴിക്ക് അവൾ അതും മേടിച്ചെടുത്തോ? ഇപ്പൊ സ്വർണത്തിന് എന്താ വില? അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും മാരണം ഒഴിഞ്ഞു പോയല്ലോ. ഈ വീട്ടിലും അതുപോലെ തന്നെ നിന്റെ വീട്ടിലുമുള്ള ഏറ്റവും വലിയ പൊതു ശത്രുവായിരുന്നില്ല അവള്. എന്റെ മൂത്ത മകൻ മനുവിനെ കയ്യും കാലം കാണിച്ചു അവള് മയക്കെടുത്തു, രണ്ടാമത്തവനെ ജയിലിലാക്കി. നിന്റെ വീട്ടിലും കുറച്ചൊന്നുമല്ലല്ലോ അവള് ചെയ്തു കൂട്ടിയത്. നിന്റെ മക്കളോ ഇപ്പൊ നിന്നെ വലിയ മൈൻഡും ചെയ്യുന്നുണ്ടോ? ആ ബബിതയും അതുപോലെ തന്നെ രോഹിത്തും നിന്റെ കൂടെ ആയിരുന്നില്ലേ? കൃഷ്ണജ മുമ്പ് തൊട്ടേ അവളുടെ അച്ഛന്റെ കൂടെ ആയിരുന്നു, പക്ഷെ ബാക്കി 2 മക്കളും നിന്റെ കൂടെ ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പോഴോ ഏറ്റവും കൂടുതൽ നിന്നോട് ശത്രുത കാണിക്കുന്നത് നിന്റെ മക്കൾ തന്നെയല്ലേ? നിന്റെ മക്കളെ നിന്റെ അടുത്തേക്ക് തിരിച്ചത് ആരാണ്? ആ അലീന. ആ ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു പോയടി. ഇത് നിനക്ക് അഭിമാനത്തോടെ സ്വന്തം ആ ഒരു പഴയ പ്രൗഢിയോട് കൂടി വീട്ടുഭരണമൊക്കെ ഏറ്റെടുത്ത് നിനക്ക് അവിടെ കഴിയാം. അതെ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ചില മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. എന്തായാലും അവള് പോയോ ഇല്ലയോന്ന് ഇന്നൊന്ന് ഉറപ്പാക്കണം. രാത്രി ആവട്ടെ, ഇനി തിരിച്ചു വരുമോന്ന് അറിയില്ലല്ലോ. പോകുന്ന സമയത്ത് അയ്യോ അച്ഛാ, എനിക്ക് അച്ഛനെയും എന്റെ അനിയത്തിമാരെയും അനിയനെയൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ലേ എന്ന് വേണ്ടി ഇറങ്ങി വന്നാലോ. അതുകൊണ്ട് ആ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവായെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജയ് അവിടെ ഇരിക്കുവാട്ടോ. അപ്പൊ കമല, ഓ ഇവള് ഇപ്പത്തെ കാലത്തൊന്നും പോവില്ലേ എന്നൊക്കെ ആലോചിച്ച് പെറുപെറുത്തോണ്ട് അടുക്കളയിലേക്ക് പോവാണ്. ആ സമയത്ത് ബബിതേനെ ഫോൺ വിളിക്കുന്നുണ്ട് വൈജയന്തി പോയത് സത്യമാണോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ വൈജയന്റെ ഫോൺ ആദ്യം എടുക്കുന്നില്ല ബബിത. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ബബിത ഫോൺ എടുക്കണ്ടേ? എന്താ അമ്മേ, എന്താ കാര്യം? ഹോ, അമ്മയാണെന്ന് നിനക്ക് അറിയാലേ, പിന്നെ എന്താടി ഫോൺ എടുക്കാത്ത? ഞാൻ വെച്ച എന്റെ നമ്പർ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല നിനക്ക് എന്ത് ഇത്ര ദേഷ്യം? അല്ല അവിടുന്ന് അലീന പോയോടി ചോദിക്കുമ്പോഴേ, ഓ ഇതറിയാനിട്ട് അമ്മ വിളിച്ചത്. ഓ, അപ്പോഴേക്കും വാർത്തയൊക്കെ അറിഞ്ഞല്ലേ? അലീനേച്ചി ഇവിടുന്ന് പോയിട്ട് ഒരു 10-15 മിനിറ്റ് ആയുള്ളൂ, അപ്പോഴേക്കും അമ്മ അറിഞ്ഞല്ലോ വാർത്ത. അതൊക്കെ അറിയോടി, അവിടെ എന്ത് നടന്നാലും ഈ വൈജയന്തി അറിയും. അവസാനം അവള് പോയല്ലേ? പോയി. അമ്മയുടെയൊക്കെ ഈ ഒരു വീട്ടിൽ നിന്ന് അമ്മക്ക് എന്തെങ്കിലും സമാധാനം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അലീനേച്ചി ഇവിടെ വന്നപ്പോ തൊട്ട് അമ്മയുടെ പോരല്ലായിരുന്നോ? ഇവിടുന്ന് പോയിട്ടും അമ്മയുടെ പോരിന് ഒരു കുറവുണ്ടായില്ലല്ലോ. ഇനി ആ പാവം പോട്ടെ, സമാധാനം കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോട്ടെ. ഏതായാലും ഈ നരകത്തെ പോലെ ആയിരിക്കില്ല വേറൊരു സ്ഥലം. നീ എന്താടി നരകം എന്നൊക്കെ പറഞ്ഞത്? പിന്നെ നരകം അല്ലാതെ ഇവിടെ ആ ചേച്ചി അനുഭവിച്ച കയ്യും കണക്കും ഉണ്ടോ? അതെ, ഇനിയെങ്കിലും ആ പാവം സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീയൊക്കെ അങ്ങനെ പറയുള്ളൂടി. അപ്പോഴേക്കും ബബിത പറഞ്ഞ, അമ്മ ഇവിടെ തോറ്റത് അമ്മ തന്നെയാണ്, അത് അമ്മ ആലോചിച്ചോ എന്ന് വേണ്ടി ഫോൺ കട്ട് ചെയ്യണം. അപ്പൊ വൈജയന്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അതൊരു താൽക്കാലിക മാറ്റം മാത്രമാണ്. 5-10 മിനിറ്റ് പഴയ വൈജയന്തി തന്നെയാകും. അങ്ങനെ വണ്ടിയിൽ കുറെ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അലീന ഇറങ്ങുന്നുണ്ട്. എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോ, മോളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മോളെ എവിടെ കൊണ്ടുപോകണമെന്നോ ആരുടെ അടുത്ത് കൊണ്ടുപോകണമെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടി പോവാണ്. മോളെ ഞാൻ കൊണ്ടുപോകുന്നത് സ്റ്റാൻലിന്റെ അടുത്തേക്കാണ്. സ്റ്റാൻലിയോ? അത് പറയുമ്പോഴേക്കും അതെ സ്റ്റാൻലി, അതായത് മോളുടെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ, വൈജയന്തിന്റെ മുൻ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അച്ഛാ
അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്ന്. അതെ, അദ്ദേഹം പറഞ്ഞു. ആരോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. അത് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹവും വൈജയും കൂടി ഭയങ്കരമായിട്ട് പ്രണയിച്ച് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മായിട്ട് ജീവിച്ച് നടക്കുന്ന സമയത്താണല്ലോ മോള് അവളുടെ വയറ്റില് ജന്മം കൊണ്ടത്. പിന്നെ പല പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു. വൈജയന്തിയുടെ വീട്ടുകാരെ അവളെ ചതിക്കുന്നത് കൂടെ തന്നെ എന്നെയും ചതിച്ചു. പിന്നെ സ്റ്റാൻലി അന്ന് ഒരുപാട് അന്വേഷിച്ചായിരുന്നു വൈജയന്തിനെ, പക്ഷേ കിട്ടിയില്ലെന്നാ പറഞ്ഞത്. പിന്നെ അതിനിടക്ക് വൈജയന്തിയുടെ അച്ഛനുണ്ടല്ലോ, മരിച്ചുപോയ ആള്, അയാളാണെന്നുണ്ടെങ്കിലേ സ്റ്റാൻലിനെ കൊല്ലാൻ വേണ്ടി ആളെയൊക്കെ ഏർപ്പാടാക്കിയായിരുന്നു. ഒരു ആക്സിഡന്റ് ആകുന്ന രീതിയിൽ ബൈക്കിൽ പോകേണ്ടായിരുന്ന സ്റ്റാൻലിനെയും അയാളുടെ കസിനെയും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുകയായിരുന്നു ഉദ്ദേശം. അതിൽ അവർ വിജയിച്ചും ചെയ്തു. പക്ഷെ സ്റ്റാൻലി അല്ല, കൂടെ ഉണ്ടായിരുന്ന കസിനാണ് മരിച്ചത്. ചെറുപ്പക്കാരൻ, അയാളെ കൊന്നതും വൈജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും ചേർന്നിട്ടാ. പിന്നെ സ്റ്റാൻലി കുറെ മാസങ്ങളോളം ബെഡിൽ തന്നെയായിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് ബെഡിൽ നിന്നും എഴുന്നേക്കാൻ സാധിച്ചത്. അന്ന് മോളെയും അതുപോലെ തന്നെ വൈജയന്തിനെ അന്വേഷിച്ച അദ്ദേഹം ഒരുപാട് നടന്നു. പിന്നീടാണ് വൈജയന്തിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് അറിഞ്ഞത്. പിന്നെ ആ അന്വേഷണം അടിച്ച് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഏതായാലും വൈജയന്തിനെ പോലെ ആയിരിക്കില്ല നിന്റെ യഥാർത്ഥ അച്ഛൻ സ്റ്റാൻലി, അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാ ആ ഒരു കൈകളിലേക്ക് നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ വേണ്ടി പോണത്. ലോകത്തിൽ വേറെ എവിടെയും നിനക്ക് അത്രയും സുരക്ഷ കിട്ടിയില്ല. നിന്റെ അമ്മയാണെന്ന് പറഞ്ഞ വൈജയന്തിന്റെ വീട്ടിൽ പോലും അത്രയും സുരക്ഷ നിനക്ക് കിട്ടില്ല മോളെ. അതുകൊണ്ട് നീ അവിടെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് അലീന ആകെ ഷോക്ക് ആവാട്ടോ. കാരണം തന്റെ അമ്മേനെ കണ്ടു, തന്റെ കൂടപ്പിറപ്പുകളെ കണ്ടു, തന്റെ അതായത് അമ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ തന്റെ അച്ഛനെ ഭാര്യനെ കണ്ടു, അങ്ങനെ ബന്ധുക്കളെ കണ്ടു, എല്ലാവരെയും കണ്ടു. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തന്റെ ജീവിതത്തിൽ അടുത്ത ഭാഗം തുടങ്ങുവാണ്. അതായത് തന്റെ അച്ഛൻ, എന്റെ അച്ഛന്റെ കുടുംബം, അച്ഛന്റെ ഫാമിലിക്കാര്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയാണ് കാണാൻ വേണ്ടി പോണത്. അപ്പോഴും ബാലചന്ദ്രൻ പറയണ്ട മോളെ നീ വിഷമിക്കണ്ട, ദേ ഒരിക്കലും നിന്റെ അച്ഛൻ സ്റ്റാൻലി ലാലിച്ചൻ എന്നാണ് വിളിക്കണത്. വൈജ അങ്ങനെയായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത്. ഒരിക്കലും നിന്നെ കൈവിട്ട് കളയില്ല. ഒരിക്കലും എന്റെ വീട്ടിൽ നീ അനുഭവിച്ച അത്ര ദുരന്തവും അതുപോലെ തന്നെ ദുരിതവും വിഷമങ്ങളും ഒന്നും നിനക്ക് അവിടെ ഉണ്ടാവില്ല മോളെ. അദ്ദേഹം നിന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അലീന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം, അച്ഛാ എനിക്ക് എന്റെ അച്ഛനെ കാണണം, അമ്മേനെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ നിൽക്കണം, അവരെ കാണണം എന്നൊക്കെ. പക്ഷെ ഞാനിപ്പോ ഈ ലോകത്ത് എവിടെ പോയാലും, ഇനിയിപ്പോ എന്റെ സ്വന്തം അച്ഛൻ എനിക്ക് സ്നേഹം വാരിക്കോരി തന്നാലും, അച്ഛൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, ഞാൻ അദ്ദേഹത്തെ അച്ഛാന്ന് വിളിച്ചാലുമില്ലേ എന്റെ മനസ്സിൽ അച്ഛാന്ന് വിളിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഈ അച്ഛനായിരിക്കും മനസ്സിൽ. കാരണം ഞാൻ മനസ്സറിഞ്ഞ് ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചതും അച്ഛനായിട്ട് കണ്ടതും എന്റെ ജീവിതം ഇത്ര വയസ്സായി എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ അച്ഛാന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടതും അച്ഛന്റെ അടുത്താ. സ്നേഹം അറിഞ്ഞത് അച്ഛന്റെ അടുത്ത് നിന്നിട്ടാ. അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും ഉള്ള സുരക്ഷ വേറെ എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. മോളെ നീ വിഷമിക്കല്ലേ, നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോണതെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. അവിടെ പോകുമ്പോ പറയാന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ പോയിക്കുമ്പോൾ ചിലപ്പോൾ നിനക്കത് പെട്ടെന്ന് പറയുമ്പോൾ നിനക്ക് താങ്ങാൻ സാധിക്കില്ല, ഷോക്കായി പോകുന്നേ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ എല്ലാം പറഞ്ഞത് എന്ന് പണ്ട് അലീനെ കൂട്ടിക്കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഗേറ്റ് തുറക്കുമ്പോ തന്നെ എല്ലാ നായ്ക്കളും കൂടി ചേർന്ന് വരുവാട്ടോ. കടിച്ചു കീറുമെന്ന് പേടിയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ പെട്ടെന്ന് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. തന്നെ കഴിവണെങ്കിൽ കടിച്ചു തിന്നോ, തന്റെ മോളൊന്നും ചെയ്യലെന്ന് വേണ്ട അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ. അപ്പൊ ഈ പട്ടിനെ നോക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ഓടി വരുന്നുണ്ട്. പക്ഷെ അലീനെ കാണുമ്പോൾ ഈ നായ്ക്കളെല്ലാരും കൂടി അലീനയുടെ അടുത്ത് വാല് ഇങ്ങനെ ആട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ ബാലനും ആകെ ഷോക്കായി പോവാണ്. അപ്പൊ ബാലചന്ദ്രൻ പണ്ട് കണ്ടില്ലേ, നിന്റെ അച്ഛനും നിന്റെ അതേ സ്വഭാവം തന്നെയാണ്, നായ്ക്കളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നായ്ക്കൾക്ക് നമ്മളെക്കാളൊക്കെ സ്നേഹവും കരുതലും നമ്മളെക്കാളൊക്കെ നേരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ എത്രയോ ശരിയാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയേ. സ്റ്റാൻലിയുടെ മകളാണെന്ന് ഞാൻ ഈ നായ്ക്കൾക്ക് പോലും മനസ്സിലായി. കണ്ടില്ലേ, നിന്നെ കണ്ടപ്പോ അവര് സ്നേഹം കാണിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി വരുന്നുണ്ട്. അലീനെ കണ്ണ് നിറയെ കാണാണ് തന്റെ പൊന്നുമോളെ. അങ്ങനെ കുറച്ചു ദിവസം അലീനയുടെ കൂടെ തന്നെ സ്റ്റാൻലി ഉണ്ടാവും. അതിനുശേഷം സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ സ്റ്റാൻലിക്ക് ഒരു മകളും രണ്ട് ആൺപിള്ളേരും, അങ്ങനെ 3 മക്കൾ തന്നെയാണ്. പിന്നെ ഭാര്യ ബാങ്ക് മാനേജറൊന്നും അല്ല, ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.